ഹലോ മുത്തുമണികളെ, അപ്പോൾ നമ്മൾ കാത്തിരുന്ന എക്സ്പോ ഓപ്പൺ ആയിട്ടാ. ഇതിൻ്റെ പണി നടക്കണം അന്ന് മുതൽ കാത്തിരിക്കുകയായിരുന്നു. ഇത് ഓപ്പൺ ആവുന്നതും കാത്ത് അങ്ങനെ ആ കാത്തിരിപ്പിന് വിരാമിട്ടുകൊണ്ട് ഇന്നലെ 28/12/2025 ഞായറാഴ്ച ഇത് ഓപ്പൺ ആയിട്ടാ. അപ്പോൾ ഇത് ഓപ്പൺ ആവണ ഫസ്റ്റ് ദിവസം തന്നെ ഇത് വന്ന് കാണാൻ ഭയങ്കര ആഗ്രഹം വെച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഞാനിതാ വന്നു കേട്ടോ. അപ്പോൾ ഇത് രണ്ട് സൈഡിലും വെള്ളച്ചാട്ടമാണ് ഈ ഒരു എക്സ്പോൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു സൈഡിൽ നയഗ്രാം വെള്ളച്ചാട്ടം, ഒരു സൈഡിലും മറ്റൊരു സൈഡിൽ സുറിയൽ വെള്ളച്ചാട്ടമാണ് കേട്ടോ അതിൻ്റെ ഇത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ടിക്കറ്റ് റേറ്റ് വരണത് 5 വയസ്സിന് മേലെയുള്ള എല്ലാവർക്കും ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 100 രൂപയാണ് കേട്ടോ ടിക്കറ്റ് വരണത്. അപ്പോൾ ഏതായാലും ഞാൻ ടിക്കറ്റ് എടുക്കട്ടെ. പിന്നെ നല്ല പാട്ടിൻ്റെ സൗണ്ട് ഉണ്ട് കേട്ടോ നല്ലോണം. അപ്പോൾ അതുകൊണ്ട് കോപ്പി റൈറ്റ് വരും എന്ന് കരുതിയിട്ടാണ് ഞാനിങ്ങനെ ഒരു വോയിസ് ഓവർ കൊടുക്കണത്. 100 രൂപ ടിക്കറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും എന്നറിയില്ല. കയറി നോക്കാം. എന്തായാലും മോശമാവില്ല എന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ പോണ വഴിക്കൊക്കെ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന ബാക്ക്ഗ്രൗണ്ടുകളാണ് ഇട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നല്ല ഇതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് തന്നെ ഇങ്ങനെ പോകാൻ പറ്റും കേട്ടോ. നല്ല വെറൈറ്റി ഫോട്ടോസിന് പോസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുകളാണ് ഫുള്ളായിട്ടുള്ളത്. ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോകാൻ പറ്റും കേട്ടോ. കണ്ടില്ല എന്ത് അടിപൊളിയാണെന്നറിയോ ബാക്ക്ഗ്രൗണ്ടിലെ പിക്ചറുകളൊക്കെ വരണത്. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ നമ്മൾ പോണത് ഇതാ ഈ വെള്ളച്ചാട്ടത്തിലോട്ടാണ് കേട്ടോ. ഇതാണ് മക്കളെ വെള്ളച്ചാട്ടം. ഇത് നയഗ്രാം വെള്ളച്ചാട്ടമാണ് കേട്ടോ. കൊള്ളാട്ടോ, അടിപൊളി സൂപ്പർ. അത് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു കേട്ടോ, എന്തോരം മെനക്കെട്ടിട്ടുണ്ടാവും ഇതുപോലൊന്നും ഇങ്ങോട്ട് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടേ. നല്ല അടിപൊളി കേട്ടോ, സൂപ്പർ വെള്ളച്ചാട്ടം. ഇത് ഈ സൈഡിൽ മറ്റേ സൈഡിലും ഓപ്പോസിറ്റ് സൈഡിലും വെള്ളച്ചാട്ടം വരുന്നുണ്ട് കേട്ടോ, സുറിയൽ വെള്ളച്ചാട്ടം. ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റണില്ല, വെള്ളം തെറിച്ചിട്ടേ ഫോണൊക്കെ ഫുള്ള് വെള്ളം തെറിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ എന്നാലും നമ്മളവിടെ ഇങ്ങനെ ഒരു എക്സ്പോ വരും, എന്തായാലും ഇനി വെള്ളം തെറിച്ചാലും വേണ്ടിയില്ല അതൊക്കെ നമ്മൾ വീഡിയോ എടുക്കണം. കാരണം അടിപൊളിയാണ് കേട്ടോ. നേരെ ഓപ്പോസിറ്റ് കാണുന്നത് സുറിയൽ വെള്ളച്ചാട്ടം കേട്ടോ. അതാ കാണുന്നത്. ഈ വെള്ളച്ചാട്ടത്തിലേ നമുക്കിതിൻ്റെ മേലോട്ടൊക്കെ കയറി പോകാൻ പറ്റും കേട്ടോ. കുട്ടികളാണ് അധികം കയറി പോണത്, നമുക്കും കയറി പോകാം, നനയോ കേട്ടോ. പക്ഷെ കുട്ടികളാണ് അധികം ഇങ്ങനെ കയറി പോണത്. എനിക്ക് കയറണമെന്നുണ്ടായിരുന്നു, പക്ഷെ നനഞ്ഞു കഴിഞ്ഞാൽ ആകെ സീനാവും എന്ന് കരുതിയിട്ട് പിന്നെ നമ്മൾ കയറാൻ പോയില്ല. നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ, നല്ല ഹൈറ്റിൽ നിന്നാണ് ഇത് വന്നുകൊണ്ടിരിക്കണം. അടിപൊളി. ഇത് വീഡിയോയിൽ കാണുമ്പോൾ അതിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊന്നും ക്ലിയർ ആയിട്ട് മനസ്സിലാവേണ്ടതില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ അത്.
പിന്നെ അവിടുന്ന് നേരെ പോണത് അതേപോലെ കുറേ സ്റ്റോളുകളുണ്ട് കേട്ടോ. ആ ഒരു ഇതിലേക്കാണ് പോണത്. ഇനി കുറേ ഓപ്പൺ ആവാനൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ഡേ ആയിട്ടാവും, അധികമൊന്നും ഓപ്പൺ അല്ല. ഇതിൽ പിന്നെ ഫുള്ള് നൊസ്റ്റാൾജിയ മുട്ടായികളാണ് കേട്ടോ. കുറേ ഉണ്ട്, പഴയ പണ്ട് കാലത്തുള്ള കുറേ മുട്ടായും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഇത് നമ്മൾ എല്ലാ എക്സ്പോയിലും ഇപ്പോൾ കാണാറുണ്ട് കേട്ടോ, അങ്ങനത്തെ മുട്ടായും കാര്യങ്ങളൊക്കെ. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇതിനകത്തുണ്ട്. അപ്പോൾ പോകുമ്പോൾ സംഭവം അടിപൊളിയാണ്. കുട്ടികളെയും കൊണ്ട് തന്നെ പോകണം കേട്ടോ. ഇപ്പോൾ പിന്നെ അവിടെ നിന്നൊക്കെ നേരെ ഇങ്ങനെ കണ്ട് വരണത് ഇതുപോലുള്ള സ്ഥലത്തോട്ടാട്ടോ. എന്താ പറയുക, നമ്മളെ യന്ത്ര ഊഞ്ഞാൽ ഇതുപോലൊക്കെ ഉള്ള സ്ഥലത്തേക്കാണ്. പിന്നെ ആ സ്റ്റോളിൽ നിന്ന് നേരെ ഇറങ്ങണത്. ഇതിലൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പൈസ തന്നെ കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ എൻട്രി ഫീ ആണ് 100 വരണത്. പിന്നെ ഈ ഒരു ഏരിയക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓരോന്നിൽ കയറണമെന്നുണ്ടെങ്കിലും നമ്മൾ പൈസ വേറെ എക്സ്ട്രാ കൊടുക്കണം കേട്ടോ. നമ്മളിപ്പോൾ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഏതിലും ഞാൻ കയറിയിട്ടില്ല. ഇത് കണ്ടില്ലേ, ഈ ഗോസ്റ്റ് ഹൗസ്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ഞാൻ വേറെ 2-3 സ്ഥലത്തൊക്കെ ഇതിൽ ഞാൻ കയറിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ ഒരു പ്രത്യേക ഒരു വൈബാണ് കേട്ടോ. നല്ല രസമാണ് അതിൽ കയറാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇന്ന് ഞാൻ കയറിയിട്ടില്ല. ഇവിടെ നിന്നൊക്കെ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഏരിയകളാണ് കേട്ടോ, ബാക്ക്ഗ്രൗണ്ടുകൾ. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് ഇതുവഴിയാണ് പുറത്തിറങ്ങുന്നത് കേട്ടോ, നേരെ പുറത്തോട്ട് എക്സിറ്റ്. ഏതായാലും എക്സ്പോ അടിപൊളിയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എന്തുമാത്രം എഫേർട്ടാണ് ഇതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ ഏതായാലും വെക്കേഷനും ഒക്കെ അല്ലേ, എല്ലാവരും വന്നൊന്ന് കണ്ട് നോക്കുക. കുഴപ്പമൊന്നുമില്ല കേട്ടോ, അടിപൊളി എക്സ്പോ ആണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് പിന്നെ വരാം കേട്ടോ. അപ്പോൾ ശരി, എന്നാൽ വേഗം വന്നോളൂ.